ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ സ്ക്രിപ്റ്റ് ആരെഴുതിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ അത്രയ്ക്ക് കഴിവുള്ള വ്യക്തിയാണ് ഇപ്രാവശ്യം സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതും മാത്രമല്ല, പോരാത്തതിന് ഇപ്രാവശ്യം സ്ക്രിപ്റ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ജാഫറിന് ഒരു കപ്പ് എന്നുള്ളൊരു പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതിയിൽ മണ്ടന്മാരായിരിക്കുന്നത് സാധാ ബി പ്രേക്ഷകർ മാത്രമല്ല, ജാസ്മിൻ ജാഫറിൻ്റെ ഫാൻസ് കൂടിയാണ്. അതെന്താണ് അപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ അഫ്സലിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഒരുവിധം എല്ലാവരും കുറച്ച് അറിഞ്ഞോന്നറിയില്ല. ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് ജാസ്മിൻ്റെ ഫാമിലി വന്നു പോയതിന് ശേഷം ജാസ്മിൻ റസ്മിനോട് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒട്ടും വയ്യാഞ്ഞിട്ടും എയർപോർട്ടിൽ കൊണ്ട അവിടെ മ്യൂട്ട് ചെയ്തു. അതായത് ഒട്ടും വയ്യാഞ്ഞിട്ടും എയർപോർട്ടിൽ കൊണ്ടാക്കിയത് ലിപ്സ് എന്ന് റീഡ് ചെയ്യാൻ പറ്റിയത് അഫ്സലാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അതായത് ജാസ്മിൻ ജാഫറിൻ്റെ പേരൻസിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് പറഞ്ഞയച്ചത് അഫ്സലാണ്. ഇതേ അഫ്സലാണ് കുറച്ച് ദിവസം മുന്നേ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ബ്രേക്കപ്പായി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിരുന്നത്. ഇതെന്താ ഞാൻ ഈ ജാസ്മിൻ ജാഫറിൻ്റെ പിന്നെ ആർമിക്കാരടക്കം മണ്ടന്മാരായി എന്ന് പറയാൻ കാരണം എന്താ അറിയോ, കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വോയിസ് പുറത്തു വിട്ടിരുന്നു. ആക്ച്വലി നമ്മളാണ് ആ വീഡിയോ ആദ്യം ചെയ്തിട്ടുള്ളത്. ആ ഒരു വോയിസ് പുറത്തു വിട്ടിരുന്നു. ജാസ്മിൻ ജാഫറിൻ്റെ ആർമിയിലുള്ളൊരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ ചങ്ങായി പിന്നെ അയച്ചിട്ടുള്ളൊരു വോയിസിൽ അഫ്സലിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് സത്യം പറഞ്ഞാൽ സത്യമായി, അതിൽ കുറച്ച് കാര്യങ്ങൾ സത്യമായി കൊണ്ടുവരികയാണ്. ഞാൻ ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജസ്റ്റ് ഒന്നുകൂടി പ്ലേ ചെയ്യുന്നു. അത്ര മതിയല്ലോ, അവനക്ക് ഇപ്പൊ ബ്രേക്കപ്പ് ഒക്കെ പിന്നെ ഇങ്ങനെ വിഷയം എടുത്തിട്ടുണ്ട് ആവശ്യമില്ല. അവന് എന്തൊരു ഊച്ചളിയാണ്. എനിക്ക് ജാസ്മിന്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടി ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ചങ്ങായിയാണ്. ആ കുട്ടി ഇനി വന്നു കഴിഞ്ഞാല് എന്താ പറയാ, ഇപ്പൊ ജീവിതത്തിൽ ഇവിടെ കാട്ടിക്കൂട്ടിയതിനൊക്കെ ക്ഷമിക്കൂ എന്നുള്ളതാണ്. ക്ഷമിച്ചിട്ട് ആ കുട്ടീന്റെ ലൈഫ് കോഞ്ഞാട്ടാവും. കാരണം അവൾക്ക് കുറെ ഫ്രണ്ട്സുകളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, അവളുടെ അച്ചീവ്മെന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് ചങ്ങായി കണ്ടുക്കുന്നത്. അങ്ങനെ അവനക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവന് ഇവിടെ നോക്കിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവന് 100 ദിവസം ക്ഷമിക്കുമായിരുന്നു. അതായത് ഈ വോയിസിൽ പറഞ്ഞിട്ടുള്ളത് അഫ്സലിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഫ്സലിന് ജാസ്മിന് കിട്ടുന്ന 50 ലക്ഷത്തിൽ കണ്ണുള്ളൊരു കാര്യം കൊണ്ട് അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഫ്സൽ ഈ കളി കളിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അഫ്സൽ പാച്ചപ്പ് ആവുമോ ആവില്ല എന്നൊന്നും അറിയില്ല. പാച്ചപ്പ് ആവാൻ ചാൻസ് ഇല്ല എന്നുള്ള ചില സോഴ്സസ് നമ്മൾ അറിഞ്ഞു. പക്ഷേ നമുക്ക് അത് അത്ര ഒരു വിശ്വാസയോഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രം നമ്മുടെ ഒരു ഒപ്പീനിയൻ ഈ കാര്യത്തിൽ പറയുകയാണ്. അഫ്സലാണ് ഇന്ന് ജാസ്മിൻ്റെ ഫാമിലീനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത്, അല്ലെങ്കിൽ അഫ്സൽ അവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ സെൽഫ് റെസ്പെക്റ്റും ഇല്ലാത്ത ഒരു ഊളയാണ് അഫ്സൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ഇത്രയും അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റ്, പിന്നെ ഞാൻ ചോദിക്കുന്നത് അറിയോ, ബിഗ് ബോസ് എന്നുള്ള സംഭവം ഒരു 50 ലക്ഷത്തിൻ്റെ ബിഗ് ബോസിൻ്റെ കപ്പ് നേടാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ആൾക്കാർ തരം താഴും. ഇപ്പോൾ കംപ്ലീറ്റ് കാര്യം, ഇപ്പോൾ ഗബ്രീനായിട്ടുള്ള ഒരു പക്ഷേ ചിലപ്പോൾ ജാസ്മിനും ഗബ്രിയും പുറത്തുനിന്ന് പറഞ്ഞ് ഉറപ്പിച്ച് വന്നിട്ട് അവർ തമ്മിൽ ഉള്ളിൽ നാടകം കളിച്ച് 50 ദിവസത്തോളം കണ്ടൻറ്റ്, ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് ജാസ്മിൻ ജാഫർ ജബ്രി കോംബോ കഴിച്ചു അല്ലേ. നമുക്ക് ശരിയാണ്, നമ്മൾ അതിൻ്റെ പേരിൽ വീഡിയോസ് ചെയ്തു, നമുക്ക് ഒരുപാട് കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി പിന്നെ പുറത്ത് പ്രേക്ഷകർ എന്നൊരു സംഭവമില്ലേ. അപ്പോൾ അവരുടെ നാടകമായിരുന്നു, നാടകം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ അതിന് കാമുകൻ കൂടി അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച ചെക്കന് കൂടി ഒത്താശ ചെയ്യുന്ന പറഞ്ഞാൽ അതിന് എന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത്? അഫ്സൽ അറിഞ്ഞുകൊണ്ടാണ് ഇത് അഫ്സലിന് മറുപടി. കാരണം വെച്ചാൽ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അല്ലെങ്കിൽ വിവി അല്ലെങ്കിൽ മറ്റുള്ള ചാനൽസിലൂടെ വിവിൻ്റെ ചാനലിലൂടെ അഫ്സലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതും അഫ്സൽ പറയണം. അല്ലാത്ത പക്ഷം നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അഫ്സൽ അറിഞ്ഞുകൊണ്ടാണ് ഗബ്രീനായിട്ട് മോശം പറയാൻ തന്നെ മടിയാവുക. കാരണം അഫ്സൽ അറിഞ്ഞുകൊണ്ടാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയതെന്നോ. അറിഞ്ഞുകൊണ്ട് അവനെ പെണ്ണിനെ ഈ ഒരു രീതിയിൽ വിട്ടുകൊടുക്കുന്ന വ്യക്തിയാണ് ഇവനെങ്കിൽ എത്രത്തോളം വലിയ ഊളയാണ് ഇത്. കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡാണ്. ഊളല്ല, എത്രത്തോളം വളരെ മോശമാണ് അവൻ. അഫ്സലെ, ഇത് വീഡിയോ കാണുമെന്നുള്ള അറിയില്ല. ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ തരണം. കാരണം വെച്ചാൽ നീയാണ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടെന്നുള്ളത് ജാസ്മിൻ പറഞ്ഞു. പ്ലസ്
കുറച്ച് ഇതുപോലുള്ള കുറച്ച് സോഴ്സസ് നിന്നൊക്കെ നമുക്ക് മെസ്സേജസ് ആയിട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്ത് വന്നാലും അഫ്സൽ ഇവരെ എയർപോർട്ടിൽ വന്ന് കണ്ടിരിക്കുന്ന ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ. പിന്നെ നമ്മളിന്ന് കണ്ടതാണ് അഫ്സൽ കൊടുത്തയച്ചിട്ടുള്ള പാവയും കൊണ്ടാണ് ഈ ചങ്ങായി കയറിയിട്ടുള്ളത്. അപ്പോൾ അഫ്സൽ കൊടുത്ത പാവ കൊണ്ട് കയറി മാല കൊടുക്കലും പരിപാടിയും സംഗതികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി വീണ്ടും പുറത്തിറങ്ങിയ നെക്സ്റ്റ് ദിവസം ഒരു അടുത്ത 30 ദിവസം ജാസ്മിൻ ജാഫർ ഒന്നും അറിയാതെ ബാപ്പി ഇവരൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തുള്ള സ്ക്രിപ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചിട്ട് ഏഷ്യാനെറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് കളിച്ചിട്ട് കപ്പ് കിട്ടുമ്പോൾ ആ 50 ലക്ഷത്തിന് ഷെയർ പറ്റാൻ വരാൻ അഫ്സലെ നിനക്കൊരു തുള്ളിയെങ്കിലും നാണുണ്ടോ? ഇനി നിന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു എന്നും പറഞ്ഞിട്ട് ആരും എതിരെ വരണ്ട. അല്ലെങ്കിൽ ഇതിനുള്ള എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആയിട്ട് അഫ്സൽ പറയണം എന്താണ് സംഭവം എന്നുള്ളത്. ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യം ജാസ്മിൻ വെറുതെ വിളിച്ച് പറയില്ലല്ലോ. ഇവർ അകത്ത് പുറത്തുനിന്നാണ്ട് പോയവർ പോയി പറഞ്ഞെടുത്താണല്ലോ. അവർ പറഞ്ഞെടുത്ത് ഇവൻ എയർപോർട്ടിൽ കൊണ്ടാക്കിയതാണല്ലോ. ഞാൻ വീണ്ടും പറയാണ്, 50 ദിവസം അതിനുള്ളിൽ നിന്ന് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ വേറൊരുത്തനായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള ഈ ഒരു വ്യക്തി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത് നാടകമാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാറ്റസും പരിപാടിയും കാര്യങ്ങളൊന്നും ഇടാൻ നിൽക്കരുത്. അല്ലെങ്കിൽ പറയണം അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന കളി കുഴപ്പമില്ല, എനിക്കറിയാം അതൊരു ഗെയിം ഷോ ആണെന്ന് പറയാനുള്ള ആ ഒരു ആർജവം കാണിക്കണമായിരുന്നു. അത് കാണിക്കാതെ പുറത്തുനിന്ന് ഇതുപോലെ സ്റ്റാറ്റസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ടുക, വോയിസും കാര്യങ്ങളൊക്കെ വിടുക. വളരെ മോശം, ചീപ്പ് എന്ന് പറഞ്ഞാൽ ചീപ്പ് തേർഡ് റേറ്റ് എന്നേ പറയാനുള്ളൂ. അല്ലാതെ വേറെ ഒരു വാക്കും ഇതിന് പറയാനില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. എനിക്ക് ഒരുപാട് മെസ്സേജസാണ് വരുന്നത് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. കാരണം അഫ്സലിൻ്റെ കേസിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് അഫ്സലിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ജാസ്മിൻ്റെ ആർമിക്കാരടക്കം ഏറ്റവും കൂടുതൽ കാരണം അത്രയും അഫ്സലിനെ സപ്പോർട്ട് ചെയ്തു ഞാൻ. കാരണം അഫ്സൽ ഈ ഒരു വിഷയത്തിൽ അഫ്സലിൻ്റെ കൂടെ നിന്ന് സംസാരിച്ചൊരു വ്യക്തിയാണ്. എത്രയോ വീഡിയോസ് കോണ്ടന്റിന് വേണ്ടി മാത്രമായിരുന്നില്ല. കാരണം വെച്ചാൽ ആ ചെറുപ്പക്കാരൻ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ചെറുപ്പക്കാരനെ അവൻ്റെ ആ പെണ്ണ് ഇവിടെ അതിൻ്റെ ഉള്ളിൽ പോയി കിടന്ന് എന്നാടാ കടിയും നക്കലും കളിയും കാര്യങ്ങളും കാണുന്ന സമയത്ത് നമുക്ക് അത്രയധികം വിഷമം ഇവനോട് തോന്നിയിട്ടാണ്. കാരണം നമ്മളും ആ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയൊരു വ്യക്തി ആയതുകൊണ്ട്, സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരാളായതുകൊണ്ട് മാത്രമാണ് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും അവൻ്റെ പെണ്ണ് ഈ രീതിയിൽ കാണിക്കുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്തത്. ആ സപ്പോർട്ട് ചെയ്തിട്ട് 100 ദിവസം തികയണതിന് മുന്നേ ഇതുപോലൊരു പരിപാടി അഫ്സലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മോശമാണ് അഫ്സലിൻ്റെ ക്യാരക്ടർ. അതായത് 50 ലക്ഷത്തിന് വേണ്ടിയിട്ടും ഫെയിമിനും വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഈ വോയിസ് വീണ്ടും പ്ലേ ചെയ്യാൻ കാരണം ഇത് ജാസ്മിൻ ജാഫറിൻ്റെ ആർമിയിൽ വന്നിട്ടുള്ള വോയിസാണ് നേരത്തെ. ആ ഒരു പിന്നെ ഇത്രത്തോളം എന്താ പറയുക, ഈ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 50 ലക്ഷത്തിന് വേണ്ടിയിട്ട് സ്വന്തം പെണ്ണിനെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് വല്ലതും ഉണ്ടോന്നുള്ള. ഇത് ഒരുവിധം കുറച്ചൊക്കെ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് വിവിയുടെ ചാനലിലാണ് ഇതിനെക്കുറിച്ച് എന്താ സംഭവം പറയേണ്ടത്. കാരണം വിവിയാണ് ഇവരോടൊക്കെ ക്ലോസ് ആയി നിൽക്കുന്നത്. എന്താണ് വിവിയുടെ എക്സ്പ്ലനേഷൻ എന്നുള്ളത് അറിയില്ല. എന്ത് എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിലും തൽക്കാലം ഇപ്പോൾ അന്നം തിന്നുന്നവർക്കൊക്കെ മനസ്സിലാവുന്നതും നമുക്കിപ്പോൾ ഈ ലൈവിൽ കണ്ടത് എപ്പിസോഡിൽ കാണിക്കുമെന്നുള്ളത് അറിയില്ല. കാരണം അഫ്സലാണ് എയർപോർട്ടിലേക്ക് അവരെ കൊണ്ട്. കാരണം ഇത്രയൊക്കെ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അഫ്സലാണ് ഇന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ട് പാച്ചപ്പ് ആയിന്നുണ്ടെങ്കിൽ ഒന്ന് മോനെ നിന്നെ നമിച്ചു. കാരണം 50 ദിവസത്തോളം സ്വന്തം പെണ്ണ് ഇതുപോലെ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം സ്വീകരിക്കേണ്ടതെന്ന് നമ്മൾ പറയില്ല. പക്ഷേ 100 ദിവസം തികയുന്നതിന് മുന്നെയാണ്. സ്വീകരിക്കാതിരിക്കുകയൊക്കെ നിൻ്റെ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇനി സ്വീകരിക്കുക എൻ്റെ പിന്നാലെ പ്രത്യേകിച്ച് സ്റ്റാറ്റസ് കൂടെ ഇട്ടതുകൊണ്ട് ഇനി പഴയ പോലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇത്ര മാത്രം വിലയിരുത്തും. ഒരുവിധം എല്ലാവരും തന്നെ വിലയിരുത്തും. 50 ലക്ഷവും സെലിബ്രിറ്റി സ്റ്റാറ്റസും കണ്ടിട്ട് മാത്രമാണ് പിന്നെ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അതിന് ഇതുപോലൊരു സ്ക്രിപ്റ്റ് വേണമായിരുന്നോ? ഇതുപോലെ സ്വന്തം പെണ്ണിനെ വെച്ചിട്ട് അയ്യയ്യയ്യേ വളരെ മോശം, വളരെ വളരെ മോശം.